സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാവദിഭ്യാം നിർമുക്തം നിത്യമുക്തം യമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിലെ 5-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. 39-ാമത്തെ ദശകത്തിൽ ഇവിടെ പറഞ്ഞു, അടിച്ചു കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതായിട്ടുള്ള കംസൻ്റെ കയ്യിൽ നിന്ന് ക്ഷണം വഴുതി ആകാശത്തേക്കാണ് പോയി ജഗദംബിക. ലേശംഭാരൂഢാം ത്രിനേത്രാം കരതലവിലസച്ചങ്കചക്രാസി ചർമാം സർവാഭീഷ്ടപ്രദാത്രിം രിപുമദനഗരിം സർവലോകൈകവന്ധ്യാം സർവാലങ്കാരയുക്താം ശശീതമകുടാം ശ്യാമളാംഗീം കൃശാംഗീം ദുർഗാം ദേവീം പ്രപദ്യേ ശരണമഹമശേഷാപദുന്മൂലനായ. ഏതൊരു ഭക്തന്മാരാണ് എല്ലാ ആപത്തുകളും ഒഴിഞ്ഞു പോവാൻ ഏതൊരു ഭഗവതിയെ ഭജിക്കുന്നത്? ആ സർവേശ്വരിയായിരിക്കുന്ന ജഗദംബിക കംസന് തൻ്റെ സ്വരൂപം ഒന്ന് കാണിച്ചു കൊടുത്തു. കൊല്ലാൻ വേണ്ടി നോക്കിയിട്ടുള്ള ദുഷ്ടസ്വഭാവമുള്ള ആൾക്ക് എങ്ങനെ ഭഗവതി പ്രത്യക്ഷമായേ? ഭജിക്കണവർക്കും കൂടി ദർശനം കൊടുക്കാറില്ല ദേവി ഉണ്ടോ? ശങ്കരാചാര്യർക്ക് ഒറ്റ കൊടുത്തു എന്നല്ലാണ്ട് ആർക്കെങ്കിലും മൂകാംബിക ദേവി ദർശനം കൊടുത്ത് വളരെ കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ. അപ്പം ഇവിടെ എന്താണ് കംസന് ദർശനം കിട്ടാനുള്ള കാരണം? മഹത്തുക്കൾ ചില കാര്യങ്ങൾ പറയും. എന്താ വെച്ചാൽ, കൊല്ലാനാണെങ്കിലും ദേവിയുടെ കാല് പിടിച്ചില്ലേ? തലയിലല്ലോ പിടിച്ചത്, കയ്യോ അല്ല പിടിച്ചത്, കാലാ പിടിച്ചത്. അപ്പോൾ അറിയാണ്ടാണെങ്കിലും മഹത്വം അറിയാണ്ടാണെങ്കിലും ദേവിയുടെ നാമം ചോദിച്ചാൽ ഗുണമുണ്ട് എന്ന് പറയണു. മഹത്വം അറിയാണ്ട് അക്ഷരത്തിൻ്റെ അർത്ഥം അറിയാണ്ട് ചോദിച്ചാൽ അപ്പോൾ ദേവിയുടെ കാലാണ് എന്നൊന്നും അറിഞ്ഞിട്ടൊന്നും അല്ലെങ്കിലും കാല് പിടിച്ചില്ലേ? എന്നാൽ തന്നെ ഒന്ന് കണ്ടോട്ടെ. എന്നിട്ടും കംസൻ നേരെയവണമൊന്നുമില്ല. അത് കംസൻ്റെ ദുഷ്ടപ്രവൃത്തി. ഒരു അവസരം കൊടുത്തത് ആ ദേവി, ഇത്രയേ ഉള്ളൂ. നീ വിചാരിക്കണ ആളൊന്നുമല്ല, ഞാൻ എന്നെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ദിവ്യായുധങ്ങളോട് കൂടിയിട്ട് വിഹായസ ആകാശത്തിൽ അങ്ങോട്ട് പ്രകാശിച്ചു ദേവി. ശംഖ, ചക്രം, ഗദ, വാള്, വില്ല്, അമ്പ്, ചെറിയ കുട്ടിയാ രൂപമൊക്കെയാണ് മാറി. എന്നിട്ട് പറഞ്ഞു, നൃശംസതര കംസതേകിമു മയാവിനിഷ്പിഷ്ടയ. അടുത്ത ശ്ലോകം, ദുഷ്ട ഈശ്വരന ഈ ദേവിയായിട്ടുള്ള എന്നെ തൊട്ടിട്ടും കൂടി ആ മഹത്വം അറിഞ്ഞ് നന്നാവാൻ ഭാവമില്ലാത്ത നിനക്ക് വലിയ രക്ഷയൊന്നുണ്ട് എന്ന് തോന്നണില്ല. ഈ ലോകത്തിൽ എൻ്റെ ദർശനം സ്പർശനം രണ്ടും നിനക്കിപ്പോൾ തരായി ഇല്ലേ? എന്നിട്ട് നീ എന്നെ അല്ലല്ലോ അറിഞ്ഞത്. അതുകൊണ്ട് നൃശംസ തര ദുഷ്ട, നീ ദുഷ്ടവാസനയോട് കൂടിയിട്ട് ഈ ലോകത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവനാണ്. നൃശംസ തര കംസ തേക്കിമുമയ വിനിഷ്പിഷ്ടയ. എന്നെ കൊന്നിട്ട് നിനക്ക് എന്ത് കാര്യം? ഞാനല്ല നിൻ്റെ അന്തകൻ. അത് ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ നിനക്ക് കഴിവുണ്ടച്ചാ നോക്കിക്കോ. അല്ലെങ്കിൽ എന്നെ കൊല്ലാൻ നിനക്ക് സാധ്യവുമല്ല. മരണമില്ലാത്ത പരാശക്തിയെ കൊല്ലാൻ ആർക്കെങ്കിലും പറ്റുമോ? എന്നെ കൊന്നിട്ട് നിനക്ക് കാര്യമില്ല, എന്നെ കൊല്ലാൻ നിനക്കാവുകയും ഇല്ല. എന്നെ കൊല്ലാൻ ഞാനല്ല ഇവിടെ ജനിച്ചിട്ടുള്ളത്. ബഭൂവ ഭവതന്തക ക്വചന ബഭൂവ. അങ്ങയുടെ അന്തകൻ മറ്റൊരു സ്ഥലത്ത് ജനിച്ചിട്ടുണ്ട് കംസ, ഞാനൊന്നുമല്ല അത്. ചിന്ത്യതാം തേഹിതം, സാധിക്കെങ്കിൽ നീ രക്ഷ നോക്കിക്കോ. അവിടെ അതെൻ്റെ കഴിവ് കാണുന്നുണ്ട്. എന്നിൽ നിനക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല, ചെയ്തിട്ടൊട്ട് കാര്യവും ഇല്ല. ഇതിത്വതനുജാവിഭോകലമുദീരതഞ്ജഗ്മുഷി. പിന്നെ ദേവീൻ്റെ അവിടെ നിൽക്കണു, ആകാശത്തേക്ക് മറഞ്ഞു, പെട്ടെന്ന് മറഞ്ഞു. ഞാൻ ആർക്കും കാണാനുള്ള ഭാഗ്യമില്ല, കൊടുക്കരുത്. മരുഗണവണഹിതാഭുജമന്ദിരാണ്യേഷി. വിവിധ ക്ഷേത്രങ്ങളിൽ ദേവി ശാരദ, അംബിക, നാരായണി മുതലായ നാമങ്ങളാൽ ഭക്താനുഗ്രഹത്തിനായിക്കൊണ്ട് 108 ദുർഗാലയങ്ങൾ പ്രസിദ്ധങ്ങളാണ് ദേവി ഭാഗവതത്തിൽ പറയുന്നത്. അവിടെയൊക്കെ ദേവി ഇരുന്നരുളി എല്ലാവർക്കും. പ്രധാനപ്പെട്ടതാണ് മൂകാംബിക അല്ലേ? മൂകാംബിക മുതലായിട്ടുള്ള പ്രദേശങ്ങൾ, ചോറ്റാനിക്കര, കന്യാകുമാരി, ഇങ്ങനെ ഒരുപാട് പറയേണ്ടത് 108. അവിടെയൊക്കെ ദേവി ഇരുന്ന് ഭക്തന്മാർക്ക് അനുഗ്രഹം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ മന്ദിരാണ്യേയുഷി, ആ മന്ദിരത്തിൽ ആ വാസസ്ഥാനം ഏറ്റെടുത്തു, അവിടെ വസിച്ചു എന്നങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. നൃശംസതര കംസത്തേക്കിമു മയാ വിനിഷ്പിഷ്ടയ.
വിനിഷ്പിഷ്ടയ എന്നെ കൊന്നിട്ട്, വിനിഷ്പിഷ്ടയ പൊടിയാക്കിയിട്ട് എന്നൊക്കെ അർത്ഥം, കൊന്നിട്ട് എന്നിവിടെ അർത്ഥം. ബഭൂവഭവ തന്തകൊച്ചന, എൻ്റെ അന്തകൻ മറ്റൊരു സ്ഥലത്ത് ജനിച്ചിട്ടുണ്ട്. ചിന്തിയതാം ദേഹിതം, പറ്റിയെങ്കിൽ ആവണത് ചിന്തിക്ക്. ഇതിത്തതനുജാവിഭോകലമുധീരതം ജഗ്മുഷീമരുഗണപണായിതാ വിജമന്ദിരാണ്യേഷി, ദേവന്മാരാർ സ്തുതിക്കപ്പെട്ടിട്ട്. ദേവന്മാരൊക്കെ ദേവിയെ സ്തുതിച്ചു. അംബിക, ശാരദ, നാരായണി, ഈശാനി എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരൊക്കെ പറഞ്ഞ് ഭഗവതിയെ സ്തുതിച്ചു. ഭൂമിയിൽ ക്ഷേത്രങ്ങളിൽ മരുഗണം ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട് ദേവി ഇരുന്നരുളുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്ക് ദർശനം നടത്തിയിട്ട് ആനന്ദവും ക്ലേശങ്ങളില്ലാണ്ടാക്കാനും സാധിക്കുന്നത്. പ്രഗേ പുനരഗാത്മജ വചനമീരിതാ ഭൂഭുജ പ്രലംബഭഗപൂതന പ്രമുഖദാനവാമാനിന ഭവം നിധനകാന്മയാം ജഗതി ബഭ്രമുർനിർഭയ കുമാരകവിമാരക കിമിപ ദുഷ്കരം നികൃപൈ. കംസന് വളരെയധികം ആശയക്കുഴപ്പമുണ്ടായി. 8ാമത്തെ ഗർഭമാണ് കൊല്ലുക എന്ന് പറയണു. അത് പെൺകുട്ടിയായതുകൊണ്ട് വിരോധമൊന്നുമില്ല. കാരണം അഷ്ടമോ ഗർഭമോ എന്നേ പറഞ്ഞിട്ടുള്ളൂ, അഷ്ടമോ പുത്രോ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ അതല്ലല്ലോ വിഷയം. ആ 8ാമത്തെ ഗർഭം പറയണു ഞാനല്ല നിന്നെ കൊല്ലുക. ഭാഗവതത്തിൽ പറയും ദേവമപ്യനൃതം ഭക്തി നമർത്യായേവ കേവലം. ഈ ഒന്ന് പറയുക, പിന്നെ ആ വാക്ക് മാറുക. ഇത് മനുഷ്യനേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. മാറിയിട്ടൊന്നുമില്ല. കംസനത് അറിഞ്ഞിട്ടില്ല, മാറ്റിക്കിടത്തിയ കാര്യം അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ദേവകിയുടെ 8ാമത്തെ ഗർഭമാണ് ഈ ദേവി എന്നാണ് കംസൻ വിചാരിച്ചത്. ഇതെന്താ ഈ ദേവവാക്യത്തിലും കാപട്യം ഉണ്ടോ? തുടങ്ങിയോ? 8ാമത്തെ ഗർഭമാണ് കൊല്ലുക എന്നാ ശരീരി പറയുക. 8ാമത്തെ ഗർഭം വന്നിട്ട് പറയാം ഞാനല്ലാട്ടോ നിന്നെ കൊല്ലായി. ഈ വാക്ക് മാറുക, കള്ളസാക്ഷി പറയുക, അതൊക്കെ മനുഷ്യനേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. ദൈവമപ്യനൃതം ഭക്തി നമർത്യ ഏവ കേവലം. മനുഷ്യൻ മാത്രമല്ല ദൈവവും കളവ് പറഞ്ഞ് വാക്ക് മാറാൻ തുടങ്ങിയോ? ഭാഗവതത്തിൽ ഇത് തിരിച്ച് പറഞ്ഞിരിക്കണം. പ്രഗേ പുനരഗ ആത്മജ. പിന്നെ പ്രഭാതത്തിൽ ആ ദേവി പറഞ്ഞ വാക്ക് അജാത് പ്രഗേ പുനരഗാത്മജ പറഞ്ഞതായിട്ടുള്ള വാക്ക് മന്ത്രിമാരോടൊക്കെ കംസൻ അറിയിച്ചു. പ്രലംബഭഗപൂതന പ്രമുഖദാനവ. കംസൻ സ്ത്രീകൾക്കൊക്കെ മന്ത്രിസഭയിൽ സ്ഥാനം കൊടുത്തിട്ടുണ്ട് എന്നില്ലേ? ചില ആരോഗ്യമന്ത്രിമാരും ആ മന്ത്രിമാരും ഈ മന്ത്രിമാരും ചില സ്ത്രീകളുടെ മന്ത്രി പദവി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് ചില കുഴപ്പങ്ങൾ ഉണ്ടാക്കാമെന്നും വിചാരിക്കും ചിലർ. ഉണ്ടാവണമുണ്ട്. അപ്പോൾ ഇവിടെ പൂതനയ്ക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ട്. പൂതന ഒരു പ്രധാനിയാണ് കംസൻ്റെ. പ്രലംബഭഗപൂതന പ്രമുഖദാനവ. ദാനവന്മാരിൽ പ്രമുഖന്മാരായിട്ടുള്ളവരെയൊക്കെ വിളിച്ചു കൂട്ടി ഈ ഉണ്ടായ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു. പൂതന അടക്കമുള്ളവരെ വിളിച്ചു. പ്രധാന വനിതാ മെമ്പറാണ് പൂതന. പ്രലംബഭഗ പൂതന, പ്രലംബൻ ഭഗൻ പൂതന പ്രമുഖദാനവ മാനിന ഭവൻ നിധനകാമ്യ. എന്നെ കൊല്ലാനുള്ള ഒരു അന്തകൻ ജനിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് ദേവകിയുടെ 8ാമത്തെ ഗർഭം ഒരു ശിശുവായിട്ട് മാറി ആകാശത്തിലേക്ക് മറഞ്ഞു. അതല്ലാത്രേ എന്നെ കൊല്ലുന്നത്. ചുരുക്കം പറയാച്ചാൽ ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലായി. 8ാമത്തെ ആ അശരീരി പറഞ്ഞത് അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ആ ഗർഭം പറയണു ഞാനല്ല കൊല്ലുക, വേറൊരുത്തിയിൽ ജനിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ എൻ്റെ ജീവനിൽ വളരെ ശ്രദ്ധ ഉണ്ടാവണം. എന്തൊക്കെയോ സംഭവിക്കാൻ പോകണു എന്നൊരു തോന്നൽ കംസൻ ഉണ്ടാവുന്നതാണ്. നല്ലതായാലും ചീത്തയായാലും ആ അനുഭവം ഉണ്ടാവത്രേ, ദുർനിമിത്തങ്ങൾ. അതുകൊണ്ട് ഈ വിഷയത്തിൽ എൻ്റെ ജീവനെ രക്ഷിക്കാൻ എന്താണ് വേണ്ടത് എന്ന് നിങ്ങളെല്ലാം പറയണം. അങ്ങനെ ഒരു അന്തകം ഉണ്ടെങ്കിൽ അവൻ്റെ കഥ കഴിച്ചിട്ട് തന്നെ വേറെ കാര്യം. ഗുരുവായൂരപ്പ ഭവൻ നിധനകാമ്യ. അങ്ങയെ കൊല്ലാൻ വിട്ടിയായിട്ടുള്ള കംസൻ പരിപാടികൾ ഓരോന്ന് ആയോജനം ചെയ്തു. ഒരിക്കലും മരണമില്ലാത്ത ഈശ്വരനെ കൊല്ലാൻ നോക്കണേ. ഭവൻ നിധനകാമ്യ ജഗതി ബഭ്രമുർനിർഭയ കുമാരകവിമാരക കിമിവ ദുഷ്കരം നികൃപൈ. അപ്പം അവരൊക്കെ കംസനെ സമാധാനിപ്പിക്കണത് ഭാഗവതത്തിൽ വിസ്തരിച്ചങ്ങനെ പറയും. ഏ രാജാവേ, അങ്ങെന്തിനാ പേടിക്കണം? ഈ ദേവന്മാരൊക്കെ മഹാഭീരുക്കളാണ്. അവരുടെ ഇടയിലുള്ളവരെ ഒന്ന് എടുത്തു നോക്കുക. ഒന്നുള്ളത് ഇന്ദ്രനാണ്. കിം ഇന്ദ്രേണ അല്പവീര്യേണ. സ്വന്തമായിട്ടൊരു ശക്തിയേ ഇന്ദ്രനില്ല. എന്തിനും കൃഷ്ണൻ 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 കൃഷ്ണൻ.
കൃഷ്ണൻ്റെ അമ്മയുടെ കുണ്ടലം മോഷ്ടിച്ചു ഒന്ന് ശരിയാക്കി തരുമോ, നരകാസുരനെ കൊന്നിട്ട്. ദശമസ്കന്ധത്തിൽ പറയുന്ന കഥയാണ്. അമ്മയുടെ കുണ്ടലം കാക്കാനടക്കം ഇന്ദ്രന് പറ്റില്ല. തൻ്റെ അമ്മയെ നോക്കാൻ പറ്റാത്ത ആളാണ് ഇന്ദ്രന് വേണമെച്ചാൽ പറയാം. അങ്ങനത്തെ ഇന്ദ്രനെ കൊണ്ട് എന്ത് കഴിയും? ഇനി ഒരാൾ ശംഭുനാവാ വനമുഖസ, ശിവൻ എവിടെയാണ് വസിക്കണ അറിയോ? കൈലാസത്തിൽ എത്രയോ കിലോമീറ്റർ ദൂരത്ത് ആ കാട്ടിൽ താമസിക്കുന്ന ശിവൻ എന്ത് ദേവന്മാർക്ക് വേണ്ടി ചെയ്യാനാ? എന്തിനെങ്കിലും വിളിച്ചിട്ട് അദ്ദേഹം ഇവിടെ എത്തുമ്പോഴേക്കും കഴിയേണ്ടതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ദേവന്മാരെ സഹായിക്കാൻ ശിവനുണ്ടോ? കഴിയണു? എവിടെയോ കിടക്കണു. എത്ര ദൂരത്താ? പരമേശ്വരൻ വിചാരിച്ച നിമിഷം കൊണ്ട് ഇവിടെ എത്താൻ പറ്റുന്നൊന്നും ആലോചിച്ചില്ല അവരെ. വാഹനവും വേണ്ട, വിമാനവും വേണ്ട, അല്ലേ? മനസ്സുകൊണ്ട് ഇവിടെ എത്താൻ പറ്റുന്നുണ്ടോ, ഇവർക്കുണ്ടോ ഇതൊക്കെ അറിയണു. അപ്പോൾ എത്രയോ ദൂരെ താമസിക്കുന്ന ശംഭു ഒന്നും ദേവന്മാർക്കൊരു ശക്തിയല്ല. ഇനി ഒരാളുണ്ടാര്, ബ്രഹ്മാവ്. ദേവന്മാരുടെ ഇടയിൽ കേമനാണെന്ന് അവർ പറയണു. നമ്മൾ പറയണില്ല കേമത്തൊന്നുമില്ല, 4 തല ഉണ്ട് എന്നല്ലാതെ അതിൻ്റെ ഉള്ളിലും ഒന്നുമില്ല. ആ വിദ്വാനും ഒന്നോട്ട് പറ്റൂല. ഇരുന്ന് ഇങ്ങനെ തപസ് ചെയ്യുക. ആ തപസ് ചെയ്യുന്നവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കൈ വീശി 4 കൊടുക്കാനോ വരണ അടിയെ തടുക്കാനോ പറ്റുമോ? തപസ് എന്ന് പറഞ്ഞാൽ തന്നെ യുദ്ധമില്ലായ്മ എന്നാണ്. യുദ്ധമില്ലാത്ത ഒരാളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? ഇനി ഒരാളുണ്ട്, ഇവരിങ്ങനെ പറഞ്ഞ് നടക്കണ്ട, വിഷ്ണു 4 കയ്യുണ്ട് എന്നല്ലാണ്ടേ ആ വിഷ്ണു ശരിക്കും പറയാച്ച അതീവ ഭീരുവാണ്. അത്ര പേടിയില്ല ഒരാൾ ഈ ലോകത്തിലുണ്ടോയെന്ന് സംശയം. എന്താ കാരണം? അങ്ങേ പേടിച്ചിട്ടാണ്. കംസനെ പോലുള്ള രാജാക്കന്മാരെ പേടിച്ച് ആ ഭീരു എവിടെയാണ് എന്ന് വെളിപ്പെടുത്താതെ ഒളിവില. ആരാ ഒളിവ് പോവുക? പോലീസിനെ പേടിക്കണവർ അല്ലേ? അവരല്ലേ ഒളിവ് പോവുക. അല്ലാത്തവർക്ക് എന്താ ഐഡൻറ്റിറ്റി പ്രദർശിപ്പിച്ചാൽ ഞാൻ എന്നെ ദിക്കിലുണ്ട് കേട്ടോ, വിസിറ്റിംഗ് കാർഡും കൊടുക്കും, നമ്പറും കൊടുക്കും, അവർക്ക് പേടിക്കാനില്ല. വിഷ്ണു എവിടെയാണ് വസിക്കണതെന്ന് ആർക്കും അറിയരുതെന്ന് വിചാരിച്ചിട്ട് ആ വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കണോ, ഞാൻ യോഗികളുടെ ഹൃദയത്തിലും ഉണ്ടാവില്ല, വൈകുണ്ഠത്തിലും ഉണ്ടാവില്ല കേട്ടോ. അവിടെ ഉണ്ടാവുക ശരിക്ക്. അപ്പോൾ അവിടെ ഇല്ല എന്ന് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക പലരെയും. ചിലപ്പോൾ ഭക്തന്മാരുടെ ഹൃദയത്തിലാവും, എന്നാൽ ചിലപ്പോൾ വൈകുണ്ഠത്തിലില്ലേ. അവിടെയും ശരിക്കുള്ളൊരു ഐഡൻറ്റിറ്റി വിഷ്ണുവിനില്ല എന്നാണ്. അത് പേടിച്ചിട്ടാ. ഭീരുവായിട്ടുള്ള വിഷ്ണു, എവിടെയോ കിടക്കണ ശംഭു, തപസ്വിയായിട്ടുള്ള ബ്രഹ്മാവ്, അല്പവീര്യനായിട്ടുള്ള ഇന്ദ്രൻ, ഇവരെ കൊണ്ട് എന്ത് സാധിക്കാനാ? അങ്ങയുടെ കാര്യമാണെങ്കിലോ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഒരു സിഗ്നൽ തന്നാൽ മതി, അവിടെ ഓടിയെത്തി ശത്രുവിനെ നാമാവശേഷമാക്കാൻ ഞങ്ങളൊക്കെ പോരെ രാജാവേ. എന്തിനാ അങ്ങ് ഇങ്ങനെ പേടിക്കണം? ചാണൂര മുഷ്ടിക എന്നൊരു വിളി വിളിച്ചാൽ അത് അവിടെ എത്തുകയായി, ഒറ്റയ്ക്കല്ല സൈന്യസമേതം. അങ്ങയുടെ ശത്രുവിനെ തവിട് പൊടിയാക്കിയിട്ട് തന്നെ വേറെ കാര്യം. അപ്പോൾ അങ്ങേ എന്തിനാണ് പേടിക്കണം? കുമാരക വിമാരക. ഇനി ഒരു കുട്ടി ഇപ്പോൾ ജനിച്ചിട്ടുണ്ട് എന്നാണ് ആ സ്ത്രീ ആകാശത്ത് നിന്ന് എന്തോ പറഞ്ഞു പോയത്. അങ്ങനെയൊന്നും ഉണ്ടാവാനേ വഴിയില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇപ്പം ജനിച്ചിട്ടുള്ളതായിട്ടുള്ള കുട്ടികളെ മുഴുവനായിട്ട് കൊന്നളയാം. അങ്ങേക്കുണ്ടോ ഇപ്പം അതിന് വല്ല വിഷമവും? ഈയിടെ ആയിട്ട് ഇത്ര ഡേറ്റ് മുതൽ ജനിച്ചിട്ടുള്ള കുട്ടികളെ കണ്ടെത്താൻ വേണ്ടിയിട്ടൊരു സർവേ നടത്താൻ ഒരു ഓർഡർ ഇട്ടാൽ പോരെ? ഇത് നടപ്പായിരിക്കുന്ന ഉറപ്പല്ലേ? രാജാജ്ഞ ആരെങ്കിലും നടപ്പാക്കാണ്ടിരിക്കുമോ? ആ കുട്ടികൾ ഒക്കെ കൊല്ലുക, അവരെയൊക്കെ കണ്ടെത്തിയിട്ടാണ് കൊല്ലുക. പിന്നെ അങ്ങേക്ക് എന്താ അപകടം വരാനുള്ളത്? ഇതിത്രയേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞ് അവർ സമാധാനിപ്പിച്ചു. കുമാരക വിമാരക, കുമാരകന്മാരെ കൊല്ലുക, കുമാരകന്മാരെ ജനിച്ചവരെ മുഴുവനെ അങ്ങോട്ട് കൊന്നാൽ പിന്നെ അങ്ങടെ കാര്യം സുരക്ഷിതായില്ലേ? കുമാരക വിമാരക കിബ ദുഷ്കരം നിഷ്കൃപൈ. ദുഷ്ടന്മാർക്ക് എന്താണ് ഗുരുവായൂരപ്പ ചെയ്തുകൂടാത്തത്? ശിശുവധം, ബ്രഹ്മവധം, ബ്രാഹ്മണരെ കൊല്ലുക, പശുക്കളെ കൊല്ലുക, അതൊക്കെ പരിഹാരമില്ലാത്ത പാപമാണ്. പരിഹാരമുള്ള പാപമുണ്ട്, പരിഹാരമില്ലാത്ത പാപമുണ്ട്. മഹാപാപങ്ങൾക്ക് പരിഹാരമില്ല എന്നാണ് പറയുക. അതിനെന്ത് ചെയ്തിട്ടും കാര്യമില്ല. ശിശുവധം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇവിടെ ഒരു ശിശുവല്ല, എത്ര ശിശുക്കളെയാണ് കൊല്ലാൻ പരിപാടിയിടുന്നത്? എന്തൊക്കെ ദുഷ്കൃത്യങ്ങളാണ് ഗുരുവായൂരപ്പ ദുഷ്ടന്മാർക്ക് ചെയ്തു കൂടാത്തത്? കിമിബ ദുഷ്കരം നിഷ്കൃപൈ. കൃപയില്ലാത്തവർക്ക് എന്താണ് ദുഷ്കരമായിട്ടുള്ളത്? എന്താണ് ചെയ്തു കൂടാത്തത്? അങ്ങനെ ആ കുട്ടികളെ കൊല്ലാനുള്ള അതിപാപമായിട്ടുള്ള ഒരു പരിപാടി, അതിനുള്ളതായിട്ടൊരു പദ്ധതി
കംസനും മന്ത്രിമാരും കൂടി ആലോചന ചെയ്തു. പ്രഗേ പുനരഗാത്മജാവചനമീരിതാ ഭൂഭുജ പ്രലംബഭഗപൂതനാ പ്രമുഖദാനവ മാനിന ഭവന്നിധനഗമ്യയാ. ഇപ്പോൾ ജനിച്ചിട്ടുള്ളവരെ മുഴുവൻ കൊല്ലണം. അതിൽ ഭഗവാനും പെടും. ഭവൻ നിധനഗാമ്യയാ ജഗതി ബഭ്രമുർഭയാ കുമാരക കുമാരകന്മാരെ കൊല്ല. കിമിവ ദുഷ്കരം നിഷ്കൃപൈ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.